സൗണ്ട് കേൾക്കണ്ട പട്ടം പട്ടം പട്ടം. തപ്പിയേക്കണ്ട അതാ പറഞ്ഞേ. അവിടെ പോയി ഇവിടെ എവിടെ എഡിറ്റേ എറണാകുളം. എറണാകുളം എന്നിട്ട് ആദ്യമായിട്ടാ തന്നെയാണുള്ളത്. അല്ല ഇല്ല ഇല്ല ഇരുട്ടത്തല്ല വന്നിട്ടല്ല, വെളിച്ചത്ത് വന്നിട്ടല്ലോ. ഇരുട്ടത്ത് വന്നിട്ടില്ല, രാത്രി വന്നിട്ടില്ല. വെളിച്ചത്തിന് രാത്രി ഈ സമയത്ത് എങ്ങനെ ഇപ്പൊ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആ കയറ്റത്തില്ലേ, ഇവിടെ ഇവിടെ നിർത്തി എന്തോ ഞങ്ങൾ വാങ്ങിച്ച് തിന്ന് പോയിട്ടുണ്ട്. സ്വാഭാവികം. ഇതിവിടെ ഇരിക്കാൻ ഭയങ്കര രസാ. ഞങ്ങള് പണ്ട് രാത്രിയിലേ മറ്റൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, പേര് പറയല്ല, എന്നിട്ട് രാത്രി 2 മണിക്ക് അടിച്ച് കിണ്ടിയായിട്ട് വന്നിട്ട് ഈ മറൈൻ ഡ്രൈവിൽ ഏതാ ഭാഗത്ത് ഇരുന്നിട്ട് അടിച്ചു കുടിച്ചു. അതൊരു വൈബല്ലേ. ഞാൻ വന്നിട്ട് വർഷങ്ങളായുണ്ടാവും. ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നത് ചിലപ്പോ കോളേജ് ഫസ്റ്റ് ഇയറിലൊക്കെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനൊക്കെ. അപ്പം എന്നിട്ട് ഞങ്ങള് ബോട്ടിന് പോകാൻ പറ്റും. ബോട്ടിന് ഗവൺമെന്റിന്റെ ബോട്ടിങ് ഉണ്ട്. 10 രൂപ 15 രൂപ ഉള്ളു. ഇത്ര ഇരിക്കായിരുന്നു അല്ലേ? പക്ഷെ നൈസല്ലേ, നല്ല തണുത്ത കാറ്റ്, ചൂടൂല. ബോട്ടിങ് കുറെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടുകാരെ വിളിക്കുക 1 മണിക്കൂർ 2 മണിക്കൂർ. പക്ഷെ പണ്ട് ഗവൺമെന്റിന്റെ ഒരു ബോട്ടുണ്ട്, അതാകുമ്പോ 15 രൂപയൊക്കെ അന്താലത്ത്. ഇപ്പൊ എത്ര എനിക്കറിയില്ല. അതില് പോവാം, അതില് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാം, എന്നിട്ട് തിരിച്ചു കിടക്കി വരാം. വേറെ നടക്കുന്നത് മണ്ണിലിട്ട് എല്ലാവരും കിട്ടില്ല. പക്ഷെ ആൾക്കാർ കുറവല്ലേ. പക്ഷെ ഒരുപാട് അങ്ങനെയല്ല. ഞാൻ വെച്ചാൽ വണ്ടികളും ഇന്ന് ഇവിടെ മറ്റേ സാധനം 3D മറ്റേ സാധനം വരുന്നില്ല. അത് പേടാണ്. ഇതാണ് ബോട്ട്. റേറ്റ് എങ്ങനെയാ അവിടെ? മറ്റേ റോസ് മറ്റേ സാധനം, ആ സാധനത്തിന് പേര് You have to dream before your dreams can come true. കറക്റ്റ് അല്ലേ? നീ ഡ്രീം ചെയ്യാറില്ലല്ലോ. ഞാൻ ചെയ്യാറുണ്ട്. ഇതാണ് ഇവിടുത്തെ ബോട്ട്. എങ്ങനെ എന്റെ ഈ അഭിമുഖം കാണാൻ ആൾക്ക് ഇഷ്ടം. ഇനി ഇത് പതുക്കെ പറയാനേ പറ്റില്ലല്ലോ, അത് കേൾക്കൂലേ? നമ്മൾ പുതിയ മൈക്ക് തുടങ്ങിയിട്ട് 2ാമത്തെ വീഡിയോ ആണ്. ഇനി ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ. പറയാൻ പാടില്ല നിന്റെ സൗണ്ട് കേൾക്കാം. പക്ഷെ ഇവിടെ ഇരിക്കുമ്പേ കാക്കളുടെ അതാണ് പ്രശ്നം. കാക്കളില്ലായിരിക്കും സുഖമായിരുന്നു. ഇവിടെ ഒക്കെ കാക്കുണ്ട്. കറക്റ്റ് കാക്കയുടെ മുകളിൽ നിൽക്കണം. പക്ഷെ ഇനി കാക്കയുടെ ബഹളത്തിന് കിട്ടില്ല. സൗണ്ട് കേൾക്കണ്ട പട്ടം പട്ടം പട്ടം. തപ്പിയേക്കണ്ട അതാ പറഞ്ഞേ. അവിടെ പോയി ഇവിടെ പറ എന്തോ പറയാനുണ്ട്. യെസ്, നമ്മളിപ്പോ മെറൈൻ ഡ്രൈവില് ഈ ഡെയിലി മീറ്റ് എന്നുള്ള ഒരു ഷോപ്പിൽ വന്നേക്കാണ്. ഇവിടെ എല്ലാം എല്ലാതും 49 കുറെ സാധനങ്ങളുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയുണ്ട്. ചിക്കൻ ബർഗർ അടക്കാം. പക്ഷെ ആ ഫോട്ടോ കാണുന്ന ബർഗർ അവൈലബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. അത് സിംഗറിന്റെ ആണ് തോന്നുന്നത് ഫോട്ടോ വെച്ചേക്കണത്. അപ്പൊ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് ബ്രൗണി വിത്ത് ഐസ്ക്രീമും ഞാനൊരു ബെൽജിയൻ ചോക്ലേറ്റും പറയാം. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കം ഓൺ. എന്താ പാട്ട് ബാക്ക്ഗ്രൗണ്ടില്? ഇപ്പൊ എന്റെ വോയിസ് ആണോ പാട്ടാണോ കേൾക്കാ? അറിയില്ല, നോക്കേണ്ടി വരും. ഡൗട്ട് ചോദിച്ചെന്ന് പറഞ്ഞ ഇവിടുത്തെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ ഇവിടുന്ന് നടക്കണവരൊക്കെ കേറൂലേന്ന്. ഇത് വേറെ കടയും കൊണ്ട് അപ്പുറത്ത് കുറെ ചെക്കന്മാര് ഫോൺ കളിക്കാൻ വേണ്ടി ഇരിക്കുമോ, അവര് ഇവിടെ സ്ഥിരം വന്നിരിക്കും. അപ്പുറത്ത് ഞാൻ കണ്ടു. ആണോ? 49 രൂപ. അപ്പൊ അവര് ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം, ടേസ്റ്റ് നോക്കാം. അപ്പൊ നമ്മുടെ ബ്രൗണി വിത്ത് ഐസ്ക്രീം വെച്ചേക്ക് എനിക്ക് ബെൽജിയം ചോക്ലേറ്റ്. പക്ഷെ ചോക്ലേറ്റ് ഷേക്ക് പോലെ ഇരിക്കണേ. ഇച്ചാതി കുടിച്ചോക്കെ
അല്ല ഇതിന് 49 രൂപയാണെന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. നല്ലതാണോ? ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? ഇതാണ് എൻ്റെ ഭയങ്കര ഇവിടെ നോക്കാൻ കുഴപ്പമില്ല, കഴിച്ചു നോക്കട്ടെ. ഞാനേ അറ്റത്ത് നോക്കുമ്പോ ഇപ്പൊ ആൾക്കാർ ഈ മൈക്ക് വെച്ച് വെച്ച് ഭയങ്കര പതുക്കെയാണ് പറയണേ. നോർമലി പറയണേ സൗണ്ട് ഇല്ല. അത് മറ്റേതാകുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചമ്പകളെടുത്ത് പറയും. സൗണ്ട് കൂട്ടി, ഇപ്പൊ സൗണ്ട് കുറച്ചു. ഇപ്പൊ ഭയങ്കര കുറച്ചാ പറയണേ, അതുകൊണ്ടാണ് എച്ചുവിന്റെ ക്ലിയർ ചെയ്യാത്ത. സൗണ്ട് കൂട്ടി. ഞാനിതന്നെ പറയാറ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. അതാണ് ഇത് വെച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കണില്ല. അതാണ് രാവിലൊക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ്. അല്ല ഈ സമയത്ത് വരുമ്പോ രസമാണ്. വെയിലില്ല, ഇവിടെ ഇരുന്നതിന് അപ്പിടില്ല. അപ്പിടില്ലാന്നോ? ഐ മീൻ കാക്ക. ഞാനും വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു. ഞാനല്ല. ഇത് നോക്കിയേ, ഇവരുടെ ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞാൽ വെള്ളം. നൈസ് വ്യൂ ആയിരിക്കില്ലേ? ഗുഡ്. കുറേ സിനിമയിൽ ഉള്ള ലൊക്കേഷൻ അല്ല? യെസ്. പക്ഷേ ഇതുമ്പോൾ ലൈറ്റ് ഇടാത്ത മോശമായിട്ടാ. ഇവിടെയൊക്കെ നല്ല ലൈറ്റ് വെക്കണം. ഇത് കയറണോ? ഡിറ്റേ ഫിറ്റ്നസ് ഡിറ്റേക്കിന് ഇപ്പോൾ ആരോഗ്യം കുറവ്. ഓടി കയറണ്ട കേട്ടാ, എനിക്ക് ബോഡി കയറാനുള്ള സമയമായിട്ടില്ല. അപ്പം അതൊക്കെ കയറിയാൽ മതി. അല്ല പക്ഷെ ഇവിടെയൊക്കെ നല്ല ലൈറ്റ് വെക്കണല്ലോ അല്ലേ? ഇവിടെ നല്ല ലൈറ്റ് വെക്കണം. ഈ ബ്രിഡ്ജ് ഇത് ഇരുട്ടായാലോ? കണ്ടോ ഡിറ്റ വയ്യാണ്ടായി. കമോൺ ഡിറ്റ. അപ്പം ഇതാണ് ഇവിടുത്തെ മുകളിലത്തെ വ്യൂ. ഇത് ഈ സൈഡിലെ വ്യൂ, ഇത് ഇവിടുത്തെ വ്യൂ. അവിടെ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയും കുറേ ദൂരമുണ്ട്. ഡിറ്റ നടന്ന് വയ്യാണ്ടായിരിക്കുന്നു. പക്ഷെ രസമുണ്ടല്ല. ഇവിടെ 2 കസേരയൊക്കെ ഇട്ടെങ്കിൽ വൈബാവും, പക്ഷെ ഇടില്ല. ഇത് നമ്മൾ കറങ്ങി ഇപ്പം മെയിൻ റോഡിലേക്ക് എത്തി. മെയിൻ റോഡിൽ പാർക്കുണ്ട്. ഇതിൽ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ ഫാമിലിയോട്ട് എല്ലാവരും കൂടി ആയിട്ട്. അന്ന് ഇവിടെ എന്താ എക്സാം എന്താ ആരൊക്കെ എന്തൊക്കെ പരിപാടിക്ക് ഉണ്ണിയുടെ പരിപാടിക്ക് വന്നിട്ട് ഇവിടെ രാത്രി വൈകുന്നേരത്ത് കളിച്ചിട്ട് ഡേ ടൈമിൽ. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് നടക്കാണ്ടിട്ട് കാറിനിടയ്ക്ക് കുറേ ദൂരമുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. ഡിറ്റ് ഡോണ്ട് വറി. ഞാനന്ന് പറഞ്ഞില്ലേ കത്തിയെടുത്ത് വീശിയത്, അത് ഏകദേശം MG കോളേജ് ഉണ്ട്, അത് എന്നെ വീശി ഞങ്ങൾ വീശിയത്. അവിടുത്തെ പിള്ളേര് വേറെ അവിടെ പണിണ്ടാവും. കപ്പലിൻ്റെ അടിച്ച് വെച്ചാലോ പൊട്ടിക്ക് വേണ്ടിയിട്ട് 20 രൂപ കപ്പലിൻ്റെ മേടിച്ച് സാറിന് ചൂടിനിടാ. അതില് വെച്ചേക്കണേ, കൊട്ടയില് വെച്ചേക്കണേ, ചൂടാക്കണ പാത്രത്തില്. ഇതാണ് പാർക്കിന്റെ സമയം. 9:30 വരെ. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. 10 മണി വരെ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നത് 9:30. രാത്രി 10 മണി വരെ ചെയ്യാം. നൈസ്. വാ, അപ്പോൾ നിങ്ങൾക്ക് വന്നവർക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്രോഡ് വേ കൂടെ നടന്നു പോകുന്നു. ഇന്ന് കുറേ നടന്ന് വയ്യാണ്ടായുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ, ബാക്കിൽ വണ്ടി
നേരത്തെ കൂളിംഗ് ഗ്ലാസ് 250 രൂപ. കൂളിംഗ് ഗ്ലാസ് വേണ്ട, ചാത്തൻ ഗ്ലാസ് ആയിരിക്കും. നമ്മുടെ സോക്സ് സോക്സ് അടിക്കണോ? ഇത് അടച്ചിട്ടേക്കണ അടയ്ക്കാറായി. ബെൽറ്റ് സോക്സ് 9 നമുക്ക് അടയ്ക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഇത് ഡ്രസ്സ് വാങ്ങിക്കണ്ട, സമയമില്ല. എടി നമ്മുടെ സ്ഥലത്തിന് പേര് ബ്രോഡ്വേ. ഇത് ബ്രോഡ്വേ ആണ്. ഇപ്പം രാത്രി 8:30 പറയില്ലേ? 7:15. അത്രയുള്ളൂ, 7:50. അപ്പോൾ ഇത് ബ്രോഡ്വേ സെൻ്റർ കാണണം. നോട്ടെ, നൈസാണ്ടാ. ഇവിടെ നല്ല വിളിച്ചിട്ടുണ്ട്. നമ്മൾ മറയണ്ട, ഇവിടെ ഇവിടെ വന്നാൽ മതിയായിരുന്നു. നമ്മുടെ വണ്ടി ഇത് ഏതോ ലെഫ്റ്റിലാണ്. ഇതിപ്പോ നമ്മ വണ്ടി എടുത്ത സ്ഥലം ഇത് തന്നെയായിരുന്നു, ബ്രോഡ്വേ അല്ലല്ല? അതെ, ഗ്ലാസ് നോക്കിയത്. ആ അത് ഈ സ്ഥലം തന്നെയാ. ഗ്ലാസും മറ്റേ പ്രിന്റ് അടിക്കാൻ. അവിടെ തന്നെ എത്തിക്കണ കോമഡി. ഇവിടെ എത്തിയോ മനസ്സിലായില്ലേ? നമ്മളിവിടെ അതെ ഈ കടയിൽ കയറി ഇവിടെ നമ്മൾ ഗ്ലാസ് അടിക്കാൻ ആ കടയിൽ കയറി നമ്മൾ മേടിക്കാൻ പോയതാ. ഈ ഡ്രസ് പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു, ആ സെയിം ഡ്രസ്. ഞാൻ കടയിൽ കയറി നമ്മൾ ഗ്ലാസ് ഒക്കെ നോക്കിയതാ. ഞാൻ ഈ ബോട്ടിലുകൾ നോക്കിയിരുന്നു. ഈ ബോട്ടിൽ നോക്കിയത്. വണ്ടി